മാളവ്യ, പ്രൊഫസർ മാളവ്യ. നോക്കട്ടെ. എന്താ പേര്? സാധന. നാളെന്താ? പൂരുരുട്ടാതി. എന്തുരുട്ടാതി? പൂരുരുട്ടാതി. വയസ്സ് എത്രയായി? 32. 32 കഴിഞ്ഞിട്ട് എത്ര മാസമായെന്ന്? 1.5 മാസമായി. എന്തുവാടാ? നീ പണ്ടേ കലങ്ങി കിടക്കുകയല്ലേ? കിണിക്കാൻ വന്നിരിക്കുന്നു എന്റെ ശിഷ്യനാ. അതായത് 3 മാസത്തിനുള്ളിൽ ഈ ഹോസ്റ്റൽ വിലക്ക് മേടിക്കും എന്നർത്ഥം. മോഹം കശൂബഹൂറം തുമജൽ ഗുണേജാം നഗ്നം ദിവം ശകരുണം തവപാദപത്മം. അതായത് മോഹങ്ങളും മോഹബന്ധങ്ങളും തീർന്ന് തവപാദപത്മം, അതായത് നിങ്ങളുടെ ഈ നഗ്നപാദങ്ങൾ ഹോറിലേക്ക്, അതായത് ദുബായിലേക്ക് പോകും എന്നർത്ഥം. ഒരു 10 രൂപ ആവട്ടെ. എന്ത്? ഒരു 10 രൂപ. ഞാനേ ദുബായി പോയി വന്നിട്ട് തരാം. സാർ പോണം. പോണം സാറേ. ഇതെനിക്ക് ദുബായി പോകുന്ന ലക്ഷണമില്ല, ബോംബെ വരെ പോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എന്റെ കാശില്ലല്ലോ. മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? ചോദിക്കാൻ എടാപോടാന്ന് വിളിക്കരുത്. എത്ര വിളിച്ചാൽ സൂക്ഷിച്ചൊക്കെ നടക്കണം. വരൂ, ഞാൻ കൊണ്ടുവിടാം. എവിടെ കൊണ്ടുവിടാമെന്ന്? എവിടെ പോവേണ്ടത്? പല സ്ഥലത്തും പോകേണ്ടതുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവിടാനൊക്കുമോ? എന്റെ വീട്ടിലേക്ക് വരുമോ? വേണ്ട, പ്ലീസ്, വന്നേ പറ്റൂ. നിർബന്ധമാണോ? ശരി.
എന്നാ പണിയായി കാണിച്ചത്? ഈ പെങ്കൊച്ചിനെ ഞങ്ങൾ കയറി പിടിക്കുമ്പോ സാറ് വരാമെന്നല്ല പറഞ്ഞത്. എന്നിട്ട് ഇയാളെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചു. ഇതിന് 200 രൂപയൊന്നും പോരാ. എന്തൊരടിയാ അടിച്ചത്. സാറ് ദേഷ്യം പിടിക്കണ്ട, ഞങ്ങൾ പോയിക്കണം. ഓഹോ, അപ്പോഴെല്ലാം ഇയാളുടെ വേലയായിരുന്നു. ഇവനാരാ? നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ഞാനും. ഞാൻ നാണമില്ലല്ലോ. നമുക്ക് പോവാം. അല്പഗുണസ്യ മൃതഃ, അതായത് അല്പം ഗുണങ്ങളുള്ളവൻ ചിലപ്പോ മൃതദേഹം എടുക്കേണ്ടി വരും. അതായത് മൂലം പൂരാടമാകുന്ന സമയമാണ് നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നീങ്ങേണ്ടത് വളരെ ശ്രദ്ധിച്ചു. നല്ല ഉഗ്രം കൂടാ. ഇതിന് എന്ത് വില കൊടുത്തു? പ്രസന്റേഷനാ. ഒരു ലേഡി ഡോക്ടർ തന്നതാ. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 6 മാസത്തിനകം ഒരു കുഞ്ഞ് ജനിക്കുമെന്ന്. 6 മാസത്തിനകം? ശിശുവായിരിക്കും. മനുഷ്യ ശിശു. സംഗതി നടന്നു. സമ്മാനമായി ഈ കുടയും തന്നു. ശരി, നടക്കാം. നടക്കാനൊന്നുമില്ല. ആ കാണുന്ന സ്ഥലം വാ. പ്രകടകലമതേ ശ്രീ പത്മനാഭാഹ മൃദുകടിലം രുത്മഘോഷം. രുത്മഘോഷം അതായത് നീ വിചാരിക്കുന്ന കാര്യം ശ്രീ പത്മനാഭന്റെ സഹായത്താൽ സാധിക്കും എന്നർത്ഥം. ശ്രീ പത്മനാഭ, ഞാൻ എന്റെ ഇത് സ്ത്രീകളുടെ ഹോസ്റ്റലല്ലേ? അതിനെന്താ? ഇവിടുത്തെ മാറ്ററിന് ഒരു ഡ്രൈവറെ വേണം. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ. പ്രൊഫസർ മാളവ്യ പറഞ്ഞയച്ചാന്ന് മാത്രം പറഞ്ഞാൽ മതി. ആശം കൂടെ വാ. ഞാൻ വരുന്നത് ശരിയല്ല. അതെന്താ? ഒരു രഹസ്യമാ, ആരും അറിയണ്ട. മാട്രൻ എൻ്റെ ഒരു പഴയ കാമുകിയായിരുന്നു. പക്ഷെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. ഞാനെന്ന് പറഞ്ഞ ഇപ്പോഴും ജീവനാ. എന്നെ കണ്ട അവൾക്ക് പഴയ ഫീലിംഗ് വരും. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഞാൻ പോട്ടെ. പോയിട്ടോ. എന്നെ അനുഗ്രഹിക്കണം. നവഗ്രഹങ്ങൾ നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓ, നമസ്കാരം. ആരാ? പ്രൊഫസർ മാളവ്യ പറഞ്ഞയച്ചതാണ്. ഇവിടെ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആവശ്യമില്ല. എന്റെ ഭർത്താവ് ഡ്രൈവറാണ്. പിന്നെ പ്രൊഫസർ പറഞ്ഞതോ? ഏതാ ഈ പ്രൊഫസർ? അത് മാഡത്തിന്റെ പഴയ കാമുകനാണ്. നേരിട്ട് കണ്ടാൽ ഫീലിങ്സ് വരുമെന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കുകയാണ്. അയ്യോ, എന്റെ ആ ലവറെ കണ്ടിട്ട് എത്ര നാളായി. ഒന്ന് നിൽക്കണേ. യെസ് മാഡം. അയ്യ, ശുക്രൻ അടിച്ചു. ശങ്കർ, ഇവിടെ മനുഷ്യ, ഞാൻ മാഡത്തിനെ കാണാൻ വന്ന. ഇവിടെ ഡ്രൈവറുടെ ജോലി ഉണ്ടെന്നേ. അയ്യോ, എന്നെ അടിക്കരുത്. എന്നെ ചാടരുത്. ഒരുത്തൻ അവിടെ ഉണ്ട്. അവനെ ഞാൻ പിടിച്ചോളാം. കൈ നോക്കി അവസാനം നമ്മുടെ കയ്യിൽ രേഖയിലുണ്ടായി. ഈശ്വര, എന്ത് ചെയ്യാ? കയ്യോ മഹമോ? ഇദ്ദേഹം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ റൗഡിയിൽ എന്നെ കൊല്ലുമായിരുന്നു. ഡാഡി, ആന രക്ഷിച്ചു. അയ്യോ, ആനയൊന്നുമല്ല, ഞാനാ. ആ ജനാർദ്ദനാണ് ഇതിനൊക്കെ കാരണം. ചെക്ക്. അതെന്റെ കുതിരയുടെ കാല. കുഞ്ഞെ, നീ ആരാ? ഇത് മിസ്റ്റർ സുകുമാരൻ. മിടുക്കൻ.
എന്ത് കഴിക്കുന്നു? ആദ്യം സാർ ആ ചെക്കൊന്ന് മാറിയത്. നമുക്ക് ബോർഡ് മാറ്റി കളയാം. വേണ്ട വേണ്ട, എനിക്ക് പോ. ബെറ്റ് വെച്ച് കളിക്കാം. ഒരു ബോർഡ് 50 രൂപ. ഇരിക്കെ. നമുക്ക് തുടങ്ങാം. He is Mr. സുകുമാരൻ. സ്മാർട്ട് ബോയ്, നല്ല കളിക്കാരനാണ്. സുകുമാരൻ ദിവസവും ഇവിടെ വരണം കേട്ടോ. അങ്ങേർക്ക് വേറെ ജോലി കാണില്ലേ? നിങ്ങൾ ഡെയിലി ഒന്നും വരണ്ട. നീ ആരാത് പറയാൻ? ദുർഗാമാളകത്ത് പോകൂ. ചൊല്ലുവേൻ സദാസമയം വിളയാട്ട് വിളയാട്ട് വിളയാട്ട്. ഞാൻ കാരണം നിങ്ങൾ വഴക്ക് കൂടണം. അതിവിടെ പതിവാണ്. വെരി ഗുഡ്. അപ്പോ ഞാൻ പിന്നെ വരാം. അല്ല, നാളെ വരാം. മോളെ, നമ്മുടെ അഡ്രസ് സുഖൂന് കൊടുത്തേക്കണേ. സുഖുവിന്റെ അഡ്രസ് ഇങ്ങോട്ടും മേടിച്ചോളൂ കേട്ടോ. വാങ്ങിച്ചാ